പ്രിയപ്പെട്ട കുട്ടികളെ, കഥയുടെ 14-ാം ദിവസത്തിലേക്ക് സ്വാഗതം. കഥയുടെ പേര് നിറപുത്തരി. നിങ്ങൾ ഇതുവരെ കേട്ട കഥകൾ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് എഴുതിയ മൺമറയുന്ന നാട്ടറിവുകൾ എന്ന പുസ്തകത്തിൽ നിന്നാണ്. ഈ പുസ്തകം നമ്മുടെ ലൈബ്രറിയിൽ തന്നെ ഉള്ളതാണ്. 25 കഥകൾ ഈ പുസ്തകത്തിലുണ്ട്. അതിൽ നിന്നാണ് ടീച്ചർ 14 കഥകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. ഇനി നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കടക്കാം. ഇക്കൊല്ലം നിറപുത്തരിയുമില്ല, പുത്തരിപ്പായസവും വെച്ചില്ല. അമ്പലത്തിൽ പറ വയ്ക്കാനുള്ള നെല്ല് എവിടുന്നാ കിട്ടുക? മുത്തശ്ശി നെടുവീർപ്പെട്ടു. ശരിയാണല്ലോ മുത്തശ്ശ, ഇത്തവണ നമ്മൾ കതിർക്കുല തൂക്കിയില്ലല്ലോ. അതൊരു നല്ല ചടങ്ങായിരുന്നു. അതും നിർത്തി. കഷ്ടം. അപ്പുവിന് നിരാശ തോന്നി. എന്തിനാ നിറപുത്തരി നടത്തുന്നത്? ഊണ് കഴിഞ്ഞ് മുറുക്കാൻ തുടങ്ങിയ മുത്തശ്ശനോട് അപ്പു ചോദിച്ചു. വീട്ടിൽ ഐശ്വര്യവും അറയിലും പത്തായത്തിലും ധാന്യവും നിറയ്ക്കുന്ന ചടങ്ങാണ് നിറപുത്തരി. കൊയ്ത്തു കഴിഞ്ഞ നെല്ല് പത്തായത്തിൽ നിറയ്ക്കും മുമ്പ് വീടും പരിസരവും അറയും പത്തായവും നമ്മുടെ മനസ്സും ഇതിലൂടെ ശുദ്ധമാക്കുന്നു. നമ്മൾ നെൽക്കതിർ എഴുന്നള്ളിക്കാറില്ലേ മുത്തശ്ശ? ഉവ്. അരിമാവ് കൊണ്ട് അറയും നിരയും അണിഞ്ഞ ശേഷം നെൽക്കറ്റ കൊയ്തെടുത്ത് ഭഗവതിക്ക് സമർപ്പിക്കും. ചിലർ നെൽക്കതിർ ഭംഗിയായി മെടഞ്ഞ് കെട്ടിത്തൂക്കിയിടാറുമുണ്ട്. പൂജിച്ച നെൽക്കതിരുകൾ മുറികളിൽ വയ്ക്കാറുണ്ട്. കാഞ്ഞിരത്തിൻ്റെ ഇലയിൽ പൊതിഞ്ഞാണ് കതിരുകൾ തൂക്കിയിടുക. മുത്തശ്ശി, അടയുണ്ടാക്കുന്നതും അന്നല്ലേ? അതെ, കണ്ണട എന്നാണ് ആ അടയ്ക്ക് പറയുന്ന പേര്. അട നിവേദ്യത്തിന് ശേഷം 1-2 കതിര് പൂമുഖത്തും അറവാതിലിലും കെട്ടിത്തൂക്കും. ബാക്കി നെല്ല് കുത്തിയുണ്ടാക്കുന്ന പുത്തരി കൊണ്ട് നിവേദ്യവും പായസവും ഉണ്ടാക്കും. ഐശ്വര്യദേവതയായ ലക്ഷ്മി ദേവിയെ കുടിയിരുത്തുന്നതിനാൽ ഇല്ലം നിറയെന്ന് ഇതിന് പറയും. ഇല്ലം നിറ, വല്ലം നിറ, പത്തായം നിറ, പൊലിയോ പൊലി എന്ന് പ്രാർത്ഥിക്കുന്നു. ഇല്ലം അഥവാ വീടും വല്ലം കുട്ട നിറയെ ധാന്യവും കൊല്ലം മുഴുവൻ നിറയാൻ ഇല്ലം നിറ, വല്ലം നിറ, പത്തായം നിറ, കൊല്ലം നിറ, പൊലിയോ പൊലി പാടി കതിർക്കുലകളാൽ തറവാടുകൾ അലങ്കരിച്ചിരുന്നു. ക്ഷേത്രങ്ങളിലും ഈ ആചാരമുണ്ട്. ഗുരുവായൂരും ശബരിമലയിലും വടക്കുംനാഥ ക്ഷേത്രത്തിലും ഇന്നും നിറപുത്തരി പ്രാധാന്യത്തോടെ നടത്തുന്നു. കർക്കിടക മാസത്തിലെ കറുത്തവാവിന് ശേഷമാണ് ഈ ചടങ്ങ്. ചിലയിടങ്ങളിൽ പതിവ്. ക്ഷേത്രങ്ങളിൽ പൂജിച്ച നെൽക്കതിർ ഭക്തർ ഭവനങ്ങളിൽ സൂക്ഷിക്കും. ചുരുക്കം ചിലയിടങ്ങളിൽ ചിങ്ങമാസത്തിലാണ് നിറപുത്തരി. അപ്പുവിനറിയാമോ, ഹരിപ്പാട് ട്രഷറി ഓഫീസിൽ ഇപ്പോഴും നിറപുത്തരി നടത്താറുണ്ട്. ഏയ്, അതെങ്ങനെ? അവിടെ അതിന് അമ്പലമുണ്ടോ? രാജഭരണകാലത്ത് ആരംഭിച്ച ചടങ്ങ് ഇന്നും തുടരുന്നു എന്ന് മാത്രം. ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച നെൽക്കറ്റ താളമേളവാദ്യഘോഷങ്ങളോടെ എഴുന്നള്ളിച്ച് ട്രഷറിയിലെത്തിക്കുന്നു. എന്നിട്ട് അതവിടെ തൂക്കിയിടുന്നു. ഖജനാവ് നിറയാനുള്ള പ്രാർത്ഥനയാണല്ലേ? അപ്പുവിന് ആ ചടങ്ങ് ഇഷ്ടമായി. നെയ്ത കറ്റകൾ തൂക്കിയിടുന്നത് ഒരു ഐശ്വര്യം തന്നെയാ, അല്ലേ മുത്തശ്ശ? അതെ അതെ, സംശയമില്ല. മുത്തശ്ശി അപ്പുവിനെ പിന്തുണച്ചു. മക്കളെ, ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.